നമുക്കെല്ലാവർക്കും ഈസി കുക്കിംഗ് അല്ലേ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഈസി ഡെസേർട്ട് ഐറ്റം ആണേ. ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ്. അതിനായിട്ട് നമ്മളൊരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കസ്റ്റേർഡ് ലിക്വിഡ് മിക്സിന് വേണ്ടിയിട്ടുള്ളതല്ല ഈ സിറപ്പ്. ഇത് നമ്മുടെ ഫ്രൂട്ട് കോക്ടെയിൽ, അതായത് ഫ്രൂട്ട് മിക്സിന് വരുന്നത് ഒരു വേറൊരു ഫ്ലേവറാണ്, ഒരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പഞ്ചസാര സിറപ്പിലോട്ട് കുറച്ച് നേരം ഇട്ട് വയ്ക്കും. ഈ ഫ്രൂട്ട് മിക്സ് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുറച്ച് പരിപാടി ചെയ്യാം. നമ്മളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത്, ഇത് പാലിൽ മിക്സ് ചെയ്യുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുക, കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ കുക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ കട്ട പിടിക്കാതിരിക്കാൻ നോക്കുക, വേറെ ഒന്നും ഇതിനകത്ത് നോക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, ഇത് നമുക്കിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്, അത് 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടി ആ കോൺഫ്ലവറിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്യുക. വെള്ളത്തിലാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്, പാലൊന്നും വേണമെന്നൊന്നുമില്ല. ഇങ്ങനെ കട്ടയില്ലാതെ, നല്ല കട്ടയില്ലാത്ത ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഈ മിക്സും റെഡിയാക്കി മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുക്കുക, നമ്മുടെ ആവശ്യത്തിന്. 1/2 ലിറ്റർ ആണെങ്കിൽ 1/2 ലിറ്റർ പാലെടുക്കുക. നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച്, ഇപ്പോൾ 1 ലിറ്റർ പാലെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കോൺഫ്ലവറും കസ്റ്റർഡ് പൗഡറും ഒക്കെ കൂടുതലെടുക്കുക. ഇപ്പോൾ എൻ്റെ പാലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പാൽപ്പൊടി മിക്സ് ചെയ്താണ് റെഡിയാക്കിയിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര, നമ്മുടെ ആവശ്യത്തിന്. നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഓൾറെഡി നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സ് പഞ്ചസാര ലൈനിൽ ഇട്ട് വെച്ചിരിക്കുമല്ലേ, അത് റെഡിയായി വരുമ്പോഴത്തേക്കും അതും ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് മധുരം കൂടി കാണും. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് പാലൊന്ന് ചൂടായിട്ട് വരട്ടെ. പാല് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കസ്റ്റേർഡും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാലിപ്പോൾ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ തോന്നും ഭയങ്കര ലൂസായിട്ടിരിക്കുകയാണ്. പിന്നെ അത് നന്നായിട്ട് ചൂടാകുമ്പോൾ പാല് തിളച്ച് വരുമ്പോഴത്തേക്കും അത് കുറുകി നല്ല വറ്റിയ പരുവം വരും. അപ്പം നല്ല സിൽക്കി സ്മൂത്ത് ടെക്സ്ചറായിട്ട് വരുവേ. ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പിയാണ്, ചെയ്തിട്ടുള്ളവർക്കറിയാം, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ കൂടി അറിയിക്കണേ. അപ്പം നമ്മുടെ മിക്സ്ചർ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ. ഇനി ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ തീയൊക്കെ ഓഫാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം തണുക്കാൻ വെച്ച് അത് തണുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയെടുക്കാം. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് നമ്മളിത് മാറ്റുന്നുണ്ട്. അതിനകത്തോട്ട് ഇപ്പം നല്ല കുറുകി കട്ടയായിട്ടിരിക്കുന്നതുണ്ടോ, ഇപ്പം നമ്മളത് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ ആദ്യം റെഡിയാക്കി വെച്ച ഫ്രൂട്ട് മിക്സും കൂടി ആഡ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കും. നല്ലപോലെ തണുത്ത് വരാൻ വേണ്ടിയിട്ട് വെക്കും. അങ്ങനെ തണുത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തു പിന്നെ ഒരു 1-2 മണിക്കൂർ തണുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാമേ. ഇവിടെ സെർവ് ചെയ്യാൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ ആളുകൾ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവേ. ഇപ്പം ഞാൻ ആ കോക്ടെയിൽ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. See you all with another video. Until then, bye bye from Surma.